നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നവംബർ 6 മുതൽ നവംബർ 28 വരെയാണ് വോട്ടിംഗ് എന്ന് ഒഫീഷ്യലി ഫിഫ അറിയിച്ചിട്ടുണ്ട്. ആരാധകർക്കും വോട്ട് ചെയ്യാവുന്നതാണ്. അതാണ് ഫിഫ ബെസ്റ്റിനെ വ്യത്യസ്തമാക്കുന്നത്. ഏതായാലും നമ്മൾ ഓരോ അവാർഡിനുമുള്ള നോമിനേഷൻ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണ്. ദി ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ നോമിനീസ് ആരൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ മികച്ച പുരുഷ താരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ഫ്രാൻസിൻ്റെ പാരീസ് സെൻ ജെർമൻ്റെ താരം ഓസ്മാൻ ഡംബലെ, അതുപോലെ പാരീസ് സെൻ ജെർമൻ്റെ മൊറോക്കോ താരം അഷ്റഫ് ഹക്കീമി, ബയൺ മ്യൂണിക്കിൻ്റെ ഇംഗ്ലീഷ് താരം ഹാരി കെയ്ന്, റയൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് താരം കിലിൻ എംബാപ്പെ, PSG പോർച്ചുഗീസ് താരം ന്യൂനോ മെൻഡസ്, ചെൽസിയുടെ ഇംഗ്ലീഷ് താരം കോൾ പാൽമർ, ബാഴ്സലോണയുടെ സ്പാനിഷ് താരം പെഡ്രി, ബാഴ്സലോണയുടെ ബ്രസീലിയൻ താരം റാഫീഞ്ഞ, ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് സല, PSG പോർച്ചുഗീസ് താരം വിറ്റീഞ്ഞ, ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ലമീൻ യമാൽ എന്നിവരാണ് ഈ ഒരു ഫിഫ ബെസ്റ്റ് 11 ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫിഫ ബെസ്റ്റ് 11 നോമിനേഷൻ വേറെയുണ്ട്. ഇത് ഫിഫ ബെസ്റ്റ് മെൻസ് പ്ലെയർ നോമിനീസാണ്. ഇനി ദി ബെസ്റ്റ് ഫിഫ മെൻസ് കോച്ച് നോമിനീസ് നോക്കാം. മെക്സിക്കോയുടെ ഹാവിയർ അഗേറെ, ആഴ്സണലിൻ്റെ മൈക്കൽ ആർട്ടീറ്റ, പാരീസ് സെൻ ജെർമൻ്റെ ലൂയിസ് എൻറിക്കെ, ബാഴ്സലോണയുടെ ഹൻസി ഫ്ലിക്ക്, ചെൽസിയുടെ എൻസോ മരേസ്ക, പോർച്ചുഗലിൻ്റെ റോബർട്ടോ മാർട്ടിനസ്, ലിവർപൂളിൻ്റെ ആർനെ സ്ലോട്ട് എന്നിവരാണ് മികച്ച പുരുഷ വിഭാഗത്തിലെ കോച്ചിലുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി ദി ബെസ്റ്റ് ഫിഫ മെൻസ് ഗോൾ കീപ്പർ നോമിനീസ് ആരൊക്കെയാണെന്ന് നോക്കാം. അതിലുള്ളത് ലിവർപൂളിൻ്റെ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ബെക്കർ, റയൽ മാഡ്രിഡിൻ്റെ ബെൽജിയൻ ഗോൾ കീപ്പർ തിബോട്ട് കോർട്ടുവ, മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ഇപ്പോഴെത്തിയ കഴിഞ്ഞ സീസണിൽ PSG വേണ്ടി കളിച്ച ഇറ്റാലിയൻ ഗോൾ കീപ്പർ ജിയാൻലുഗി ഡൊണാറുമ, ആസ്റ്റൺ വില്ലയുടെ അർജന്റീൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, ബയൺ മ്യൂണിക്കിൻ്റെ ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ, ആഴ്സണലിൻ്റെ സ്പാനിഷ് ഗോൾ കീപ്പർ ഡേവിഡ് റയ, ഇന്റർ മിലാൻ്റെ സ്വിസ് ഗോൾ കീപ്പർ യാൻ സൊമർ, ബാഴ്സലോണയുടെ പോളിഷ് ഗോൾ കീപ്പർ വോയ്ചെക് ഷെസ്നി എന്നിവരാണ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. ആർക്കായിരിക്കും ഇത്തവണത്തെ അവാർഡുകൾ ലഭിക്കുക, കാത്തിരുന്ന് കാണാം. എന്തായാലും വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫിഫയുടെ വെബ്സൈറ്റിലൂടെ വോട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.